അപ്പം ഞങ്ങളിന്ന് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. വെള്ളിയാഴ്ച നൈറ്റ് എറണാകുളത്ത് നിന്ന് പോകുന്നു. ഇവിടെ ഒറ്റപ്പാലാണ് ഞങ്ങളുടെ നാട്. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിന്നത്. ഫ്രണ്ടല്ല, ഫാമിലി പോലെ തന്നെയാണ്. അവരുടെ 3 കിടുകാമണികളാണിത്. അപ്പോൾ ഞാൻ ചുമ്മാ നാട്ടിലൊരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ക്ലിപ്പിങ്സ് ആണ് കേട്ടോ. അവിടുന്ന് കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങളുടെ ഉമ്മാനെ കാണാൻ പോയി. ഉമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ്, പക്ഷേ ഞങ്ങളുടെ സ്വന്തം ഉമ്മ തന്നെയാണ്. അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ നേരെ ഞങ്ങൾ കാക്കുൻ്റെ വീട്ടിലേക്ക് പോയി. കാക്കുൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ഫസ്റ്റ് കാഴ്ചയാണ് കേട്ടോ. 4 എണ്ണം നിരന്നിരിക്കുന്നുണ്ടോ, ഫോൺ തന്നെ കയ്യിൽ. എന്താ പറയുക, എല്ലാ വീട്ടിലത്തൊക്കെ തന്നെ ഓലെ അവസ്ഥ. അപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് പിന്നെ പറയും വേണ്ട. ഇതാണ് കേട്ടോ കാക്കുൻ്റെ ഉമ്മ. അവിടുന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചേ. ഇതൊക്കെയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. പരിപ്പും കൂർക്കയും കറി, മീൻ കറി, ചിക്കൻ പൊരിച്ചത്, മീൻ പൊരിച്ചത് ഒക്കെ ഉണ്ടായിരുന്നു. ലാവിഷായിരുന്നു. ഈ കാണുന്ന മാങ്ങണ്ടല്ലോ, ഒടുക്കത്തെ ടേസ്റ്റാണ്. എന്നിട്ടൊരു ഈവനിങ് 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നേരെ മാനൂർ പാലത്തിലേക്ക് വിട്ടു. ഈ വധൂരികളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. കുറച്ച് കാലമായി ഇവരെയൊക്കെ കണ്ടിട്ട് അങ്ങനെ കണ്ട് അവരുടെ സൗഹൃദമൊക്കെ പുതുക്കി അങ്ങനെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട് കുളപ്പുള്ളിയിലാണ്, പക്ഷെ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെ ഒറ്റപ്പാലാണ് കേട്ടോ. ഇതെൻ്റെ അനിയനാണ്, ഒരാൾ ദുബായിലാണ്. ഇതാണ് എൻ്റെ അമ്മ. പാടം പക്കത്താണ് എൻ്റെ വീട്, അതുകൊണ്ട് മുമ്പിൽ തന്നെ പാടാണ്. ഈവനിങ് ഒക്കെ ഇങ്ങനെ മുറ്റത്തിരിക്കാൻ നല്ല രസമാണ്. കാരണം അക്കരെയുള്ള അമ്പലത്തിൽ നിന്ന് പാട്ടുകൾ ഇങ്ങനെ കേൾക്കും. അത് വേറൊരു ഫീൽ തന്നെയാണ്. വീട്ടിലുള്ള ബോബോസാണ് കേട്ടോ ഇത്. 2 എണ്ണൻ്റെ നല്ല സ്നേഹമാണ് 2 എണ്ണത്തിനും. പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാറില്ല. അത്രയേ ഉള്ളൂ എൻ്റെ നാട്ടിലത്തെ ഒരു ദിവസം. കാണേണ്ടവരൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോകുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.